ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഗ്രോത്ത് ഓഫ് ചാർജ് ഇൻ സീരീസ് LCR സർക്യൂട്ട് എന്ന് പറയുന്ന സെക്ഷനാണ് പഠിക്കാൻ പോകുന്നത്. ഇതിൻ്റെ കുറച്ച് ഭാഗം നമ്മൾ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു, പക്ഷെ നമുക്ക് ഈ വീഡിയോയിൽ ആദ്യം തൊട്ട് തന്നെ പഠിക്കാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഒരു ഇൻഡക്ടറും ഒരു റെസിസ്റ്റൻസും കൂടെ കണക്ട് ചെയ്യുന്ന സർക്യൂട്ടിൽ കറണ്ട് എങ്ങനെയാണ് ഗ്രോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹൗ ദ കറണ്ട് ഗ്രോസ് ത്രൂ ആൻ LR സർക്യൂട്ട് ആൻഡ് ഹൗ ദ കറണ്ട് ഡീകേ when the switch is off, സ്വിച്ച് ഓഫ് ചെയ്യുമ്പം എങ്ങനെയാണ് കറണ്ട് ഡീകേ ചെയ്യുന്നതെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതേപോലെ തന്നെ ഒരു RC സർക്യൂട്ട്, റെസിസ്റ്റൻസും കപ്പാസിറ്ററും കണക്ട് ചെയ്ത ഒരു സർക്യൂട്ടിൽ എങ്ങനെയാണ് ചാർജ് ഇൻക്രീസ് ചെയ്യുന്നതെന്നും ചാർജ് ഡിക്രീസ് ചെയ്യുന്നതെന്നും, സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ചാർജ് എങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നു, എങ്ങനെയാണ് കപ്പാസിറ്ററിൽ ചാർജ് ഡെവലപ്പ് ചെയ്യുന്നത്, ഇൻക്രീസ് ചെയ്ത് അതിൻ്റെ മാക്സിമത്തിൽ എത്തുന്നതെന്നും, കപ്പാസിറ്ററിലെ ചാർജ് ഡിക്രീസ് ചെയ്ത് സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ഡിക്രീസ് ചെയ്ത് അതിൻ്റെ മിനിമത്തിലേക്ക് എത്തിച്ചേരുന്നത് എങ്ങനെയാണെന്നും നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു. ഇനി ഈ മൂന്ന് പാർട്സും, അതായത് എല്ലും ഇൻഡക്ടറും കപ്പാസിറ്ററും റെസിസ്റ്ററും കൂടെ ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്താൽ എങ്ങനെയാണ് അതിനകത്തെ ചാർജ് ഇൻക്രീസ്ഡ് ആവുന്നത്, എങ്ങനെയായിരിക്കും ചാർജ് ഡിക്രീസ് ആവുന്നത് എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഗ്രോത്ത് ഓഫ് ചാർജ് ആണ് പഠിക്കുന്നത്. ഗ്രോത്ത് ഓഫ് ചാർജ് അല്ലെങ്കിൽ ചാർജിങ് ഓഫ് എ കപ്പാസിറ്റർ ത്രൂ ഇൻഡക്ടർ ആൻഡ് റെസിസ്റ്റർ. ഇൻഡക്ടറിൽ കൂടിയും റെസിസ്റ്ററിൽ കൂടിയും ഒരു കപ്പാസിറ്ററിനെ എങ്ങനെയാണ് ചാർജ്ഡ് ആക്കുന്നത്. ഇൻഡക്ടറും റെസിസ്റ്ററും കണക്ട് ചെയ്ത ഒരു സർക്യൂട്ടിൽ കപ്പാസിറ്ററിലെ ചാർജ് അല്ലെങ്കിൽ ആ സർക്യൂട്ടിൽ കൂടെയുള്ള കറണ്ട് ഫ്ലോ എങ്ങനെയാണ്, ചാർജ് എത്രത്തോളം ചാർജാണ് ഫ്ലോ ചെയ്യുന്നത് എന്നതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷൻ പാർട്ടി പറഞ്ഞതുപോലെ സർക്യൂട്ടിൽ എന്തൊക്കെ കാണും? ഒരു റെസിസ്റ്റർ കാണും, ഒരു കപ്പാസിറ്റർ കാണും, അല്ലേ? ഒരു റെസിസ്റ്റർ കാണും, ഒരു ഇൻഡക്ടർ കാണും, ഒരു കപ്പാസിറ്റർ കാണും, അല്ലേ? ഇനി ഇതിനെ നമ്മളൊരു സെല്ലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇതിൽ കൂടി കറണ്ട് ഫ്ലോ നടക്കും. കറണ്ട് ഫ്ലോ നടക്കുമ്പോഴത്തേന് ഈ കപ്പാസിറ്ററിൽ എന്ത് ചെയ്യും? കപ്പാസിറ്ററിൽ ചാർജ് ഇൻക്രീസ് ചെയ്യും. ചാർജ് ഓൺ ദി കപ്പാസിറ്റർ ഇൻക്രീസസ് വിത്ത് ടൈമിനനുസരിച്ച് ചാർജ് ഇൻക്രീസ് ചെയ്യുകയും ആൻഡ് അറ്റൈൻസ് ഇറ്റ്സ് മാക്സിമം വാല്യൂ ആഫ്റ്റർ എ ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ടൈം. ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ അവിടുത്തെ ചാർജ് മാക്സിമമായി തീരും, അല്ലേ? അപ്പം ഈ കപ്പാസിറ്ററിലെ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? എന്താണ് ഇതിനകത്തുള്ള ചാർജ് എത്രത്തോളം ഇൻക്രീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നു, ഫാസ്റ്റായിട്ടാണോ ഗ്രോ ചെയ്യുന്നത് എന്നത് ഈ ഇൻഡക്ടറിൻ്റെ ഇൻഡക്റ്റൻസിനെയും റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂയെയും ഡിപ്പെൻഡ് ചെയ്യുന്നു. മനസ്സിലായോ? ഈ കപ്പാസിറ്ററിനകത്തെ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ തോത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഇൻഡക്റ്റൻസ് വാല്യൂവിനെയും റെസിസ്റ്റൻസ് വാല്യൂവിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇനി നമുക്കിതിനകത്തുള്ള ചാർജിൻ്റെ ഇൻക്രീസ് എങ്ങനെയാണ് എന്ന് പഠിക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യും? ഇതിനകത്തുനിന്ന് വോൾട്ടേജ് ഇല്ല, അല്ലേ? ഇതിനകത്തുനിന്ന് ചാർജിൻ്റെ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്തെടുക്കണം. ചാർജിൻ്റെ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്ത് ചാർജിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. Q എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് കിർച്ചോഫ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യാം. കിർച്ചോഫ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് EMF E എന്നെടുക്കാം. ഓക്കെ, അപ്പം കിർച്ചോഫ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. ഇവിടെ ഈ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടൊരു പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഉണ്ട്. അതെന്ന് പറയുന്നത് എത്രയായിരിക്കും? റെസിസ്റ്റൻസ് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഇസ് ഈക്വൽ ടു IR, അല്ലേ? I × R ആണ്, അല്ലേ? നമുക്കതിനെ V1 എന്ന് വേണമെങ്കിലും എടുക്കാം. ഓക്കെ, അപ്പം ഈ റെസിസ്റ്റൻസ് നമ്മൾ കറണ്ട് ഫ്ലോ നടക്കുമ്പോൾ ഈ റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ട് ഒരു പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഉണ്ടാകും. ആ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എന്ന് പറയുന്നത് നമുക്ക് V1 എന്ന് എടുക്കാം. V1 എന്ന് പറയുന്നത് V1 is equal to IR. പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് റെസിസ്റ്റൻസ് V1 is equal to IR. അക്രോസ് ദ ഇൻഡക്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള ഒരു EMFൻ്റെ വേരിയേഷൻ എന്ന് പറയുന്നത് നമുക്ക് V2 അല്ലെങ്കിൽ V3 is equal to L × di/dt. L × di/dt. ആൻഡ് കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എന്ന് പറയുന്നത് Q/C ആണ്. ഓക്കെ, കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എന്ന് പറയുന്നത് Q/C ആണ്, അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, Q is equal to C × V എന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ കറണ്ട് ഫ്ലോ ഇതിൽ കൂടെ നടക്കുമ്പോൾ ഇതിനകത്ത് ഓരോ കമ്പോണൻസിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് IR ആണ്.
ഇൻഡക്റ്റൻസിലുണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് L/di/dt ആണ്. അതേപോലെ തന്നെ കപ്പാസിറ്ററിനകത്തുള്ളത് Q/C ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കിർച്ചോഫ് വോൾട്ടേജ് ലാ വെച്ചിട്ട് ടോട്ടൽ EMF ഈസ് ഈക്വൽ ടു V1 + V2 + V3 ഓരോന്നിന് ക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എന്ന് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ ഇനി ഓരോന്നിന് ഈ കറണ്ട് ഫ്ലോ നടക്കുമ്പം റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എന്ന് പറയുന്നത് I/R ആണ്. കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ളത് Q/C ആണ്. ഇൻഡക്ടറിന് അക്രോസ് ആയിട്ടുള്ളത് L/di/dt ആണ്. അപ്പോൾ നമുക്ക് ഓരോന്നിനും വാല്യൂ എടുക്കാം. അപ്പം EMF E ഈസ് ഈക്വൽ ടു റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് RI പ്ലസ് കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ളത് Q/C പ്ലസ് ഇൻഡക്ടറിന് അക്രോസ് ആയിട്ടുള്ള L/di/dt. അതായത് നമ്മളിപ്പം പഠിച്ചു, നമ്മൾ ഇവിടെ കിർച്ചോഫ് ലാ വെച്ചിട്ട് E ഈസ് ഈക്വൽ ടു V1 + V2 + V3 എന്ന് പഠിച്ചു. V1 എന്ന് പറയുന്നത് റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ളത്, V2 എന്ന് പറയുന്നത് കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ളത്, V3 എന്ന് പറയുന്നത് ഇൻഡക്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ളത്. V1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് I/R പ്ലസ് Q/C പ്ലസ് അടുത്തത് L/di/dt. അതാണ് എഴുതിയേക്കുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് ഒരു L അല്ലേ. ഇനി നമുക്കറിയാം കറണ്ട് I ഈസ് ഈക്വൽ ടു എന്താണ്? കറണ്ട് I ഈസ് ഈക്വൽ ടു Q/T ആണ് അല്ലേ, dQ/dt ആണ്. കറണ്ട് I ഈസ് ഈക്വൽ ടു dQ/dt ആണ്, dQ/dt ആണ്. അപ്പോൾ നമുക്കിവിടെ Iയുടെ അടുത്തെല്ലാം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? dQ/dt എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്തായിട്ട് മാറും? ഇവിടെ ഒരു എല്ലാ ടേമിനെയും ഒരു L കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും കൂടെ ചെയ്യുക. കറണ്ട് Iനെ എല്ലാം dQ/dt ആയിട്ട് മാറ്റുക, ഹോൾ ടേമിന് ഒരു L കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം R/L ഈ റൈറ്റ് ഹാൻഡ് സൈഡ് R/L Iക്ക് പകരം dQ/dt പ്ലസ് ഒരു L കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് LC പ്ലസ് L ക്യാൻസലായി പോവും, d/dt ഓഫ് I എന്ന് പറഞ്ഞാൽ എന്താണ്? dQ/dt, അതായത് d²Q/dt² ഇസ് ഈക്വൽ ടു ഇവിടെ E ഉണ്ട് ഡിവൈഡഡ് ബൈ L, ഹോൾ ടേമിന് L കൊണ്ട് ഡിവൈഡ് ചെയ്ത്. ഓക്കെ, ഇനി നമുക്കിതിനെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോമിലേക്ക് ഓർഡർ അനുസരിച്ച് എഴുതാം. അപ്പം d²Q/dt² പ്ലസ് അടുത്തത് R/L dQ/dt പ്ലസ് 1/LC × Q ഇസ് ഈക്വൽ ടു E/L. അതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1/LCയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ടൈമിന് ഇൻവേഴ്സ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിനെ നമുക്ക് എന്തെന്ന് പറയാം? ടൈം കോൺസ്റ്റൻ്റ് എന്ന് വിളിക്കാം. സിൻസ് ഡയമെൻഷൻ ഓഫ് 1/LC ഈസ്, അല്ലെങ്കിൽ LCയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ടൈമാണ്. അതേ കണക്ക് തന്നെ L/Rൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നതും ടൈമാണ്. 1/LCയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ടൈം ഇൻവേഴ്സും L/Rൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ടൈമുമാണ്. സോ നമുക്കിതിനെ ടൈം കോൺസ്റ്റൻ്റ് എന്ന് പറയും. ഈ സർക്യൂട്ടിൻ്റെ ടൈം കോൺസ്റ്റൻസ് എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ 1/LCയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഡയമെൻഷൻ ഈസ് ഈക്വൽ ടു ടൈം ഇൻവേഴ്സും L/Rൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ടൈമുമാണ്. ടൈമിൻ്റെ ഡയമെൻഷന് ഈക്വലൻ്റ് ആണ്. സോ നമുക്ക് 1/LCയെയും L/Rനെയും ഈ സർക്യൂട്ടിൻ്റെ, ഈ LCR സർക്യൂട്ടിൻ്റെ ടൈം കോൺസ്റ്റൻ്റ് എന്ന് വിളിക്കാം. സോ നമുക്ക് ഈ 1/LCക്ക് പകരവും L/Rന് പകരവും ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഇവിടെ 1/LCക്ക് പകരം ഞാൻ ω² എന്നും R/Lന് പകരം 2K എന്നും കൊടുത്തു. R/Lന് പകരം എന്തെന്ന് കൊടുത്തു? 2K എന്നും കൊടുത്തു. ടെക്സ്റ്റിൽ 2B എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഫോളോ ചെയ്യാം, പഠിച്ചാൽ മതി. ടെക്സ്റ്റിൽ 2B എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം 1/LCക്ക് പകരം ω² എന്നും 1/LCക്ക് പകരം ω² എന്നും R/Lന് പകരം 2K എന്നും ഞാൻ കൊടുത്തു. ഓക്കെ, ഇനി ഇവിടെ ഒമേഗ എന്ന് പറയുന്നത് ആംഗുലാർ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ. ഇതിൽ കൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ എന്ത് ചെയ്യും? ഈ LC സർക്യൂട്ട് എന്ത് ചെയ്യും? ഓസിലേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസിയാണ് ഒമേഗ എന്ന് പറയുന്നത്. ആൻഡ് ടോ ഇസ് ദ ടൈം കോൺസ്റ്റൻറ്റ്. ഇത് ടോയെ വിളിക്കുന്ന പേരെന്താണ്? ടൈം കോൺസ്റ്റൻറ്റ്. 2K ഇസ് ഈക്വൽ ടു 1/τ ഇസ് ഈക്വൽ ടു R/L. ഞാൻ ആൾറെഡി പറഞ്ഞു L/R എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ദ ഡയമെൻഷൻ ഓഫ് ടൈം. ടൈമിൻ്റെ ഡയമെൻഷൻ ആയതുകൊണ്ട് 1/τ എന്ന് പറഞ്ഞാൽ എന്താണ്?
ടൈം കോൺസ്റ്റൻ്റ് ആണ്. തിരിച്ചിട്ട് കഴിഞ്ഞാൽ ടൈം കോൺസ്റ്റൻ്റ് തന്നെയാണ് വരുന്നത്. ഇനി കോൺസ്റ്റൻറ്റ് കെ ഈസ് കാൾഡ് ഡാമ്പിംഗ് കോൺസ്റ്റൻറ്റ്. ഈ കെയെ വിളിക്കുന്ന പേരാണ് ഡാമ്പിംഗ് കോൺസ്റ്റൻറ്റ്. ഇതൊക്കെ ഓർത്തിരിക്കേണ്ട ടേംസ് ആണ്. ഒമേഗ എന്ന് പറയുന്നത് ഈ എൽ സി സർക്യൂട്ടിൽ കൂടെ കറണ്ട് പോകുമ്പോൾ അതെന്ത് ചെയ്യും, ഓസിലേറ്ററി സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ അത് ഓസിലേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസിയാണ് ഒമേഗ എന്ന് പറയുന്നത്. ഇനി L/R എന്ന് പറയുന്നതിൻ്റെ ഡയമെൻഷൻ നമ്മൾ പറഞ്ഞു, എന്താണ്, ടൈമിൻ്റെ ഡയമെൻഷനാണ്. സോ ഇറ്റ് ഈസ് കാൾഡ് ദ ടൈം കോൺസ്റ്റൻറ്റ്. സോ ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ ടോ എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത്, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത കെ എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റിനെ നമ്മൾ ഡാമ്പിംഗ് കോൺസ്റ്റൻ്റ് എന്ന് വിളിക്കും. ഇനി നമുക്ക് ആ മേളിൽ എഴുതിയ ഇക്വേഷൻ 2 ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. d²q/dt² പ്ലസ് R/L വരെ എന്തെന്നാണ് കൊടുത്ത്, R/L വരെ 2k എന്ന് കൊടുത്ത് 2k ഇൻറ്റു dq/dt പ്ലസ് 1/LCക്ക് വരെ നമ്മൾ ω² എന്ന് കൊടുക്കണം. ω² ഇൻറ്റു q ഈക്വൽ ടു E/L. ഇനി ഞാൻ ഈ E/Lനെ ഇപ്പുറത്തെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. ഓക്കെ, അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്ന് ഈ ω² ക്യൂവിൻ്റെ ടേമിൻ്റെ കൂടെ ചേർത്ത് എഴുതാൻ വേണ്ടിയിട്ട്, അതിനെ ഒറ്റ ടേമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ω² കോമൺ എടുക്കുക. ഓക്കെ, അപ്പം d²q/dt² പ്ലസ് 2k ഇൻറ്റു dq/dt പ്ലസ് ഇതിനകത്ത് ω² ഇൻറ്റു ക്യൂ മൈനസ്, ഇത് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാൻ ഒരു മൈനസ് സൈൻ വരും, മൈനസ് E/L എന്ന് വരും. പക്ഷേ ഇവിടെ നമ്മൾ ω² കോമൺ എടുക്കുന്നത്, ഈ ടേമിൽ ω² ഇല്ലാത്തത് കൊണ്ട് താഴെ ഒരു ω² കൂടെ വരും. ഓക്കെ, മനസ്സിലായോ? നമ്മളതിൽ ω² ക്യൂ എന്ന് പറയുന്ന ടേമും മൈനസ് E/L ആണ് വരുന്നത്. ഇനി ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഇവിടെ ഒരു മൈനസ് സൈനും കൂടെ വരും, പിന്നെ ഈക്വൽ ടു 0 വരും. ഇനി ഈ രണ്ട് ടേമിനെ ഒരുമിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് രണ്ടിൽ നിന്നും കൂടെ ω² കോമൺ എടുക്കും. അപ്പോൾ ω² കോമൺ എടുക്കുമ്പോൾ Q മൈനസ് E/ω²L എന്ന് വരും. E/ω²L എന്ന് വരും, ഈക്വൽ ടു 0. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ഇനി ദെൻ E/ω²L എന്ന് പറയുന്ന ടേം, E/ω²L എന്ന് പറയുന്ന ടേം ഇസ് ഈക്വൽ ടു, ω² എന്താണ്, 1/LC ആണ്. E/ω²L എന്ന് പറയുന്നത് ഈ ടേം. ഇവിടെ E/ω²L എന്ന് പറയുന്ന ടേം, അതിനകത്ത് ω² ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കൊടുക്കാം, ω² ഇസ് ഈക്വൽ ടു 1/LC എന്ന് കൊടുക്കാം. ω² ഇസ് ഈക്വൽ ടു 1/LC എന്ന് കൊടുക്കാം. അപ്പോൾ എന്ത് വരും, E/ω² എന്ന് വരും 1/LC ഇൻറ്റു L. അപ്പോൾ ഈ എല്ലും എല്ലാം ക്യാൻസലായി പോവും. ഈ സി എന്ത് ചെയ്യും, E/1/C ആണ്. അപ്പോൾ ആ സി അങ്ങ് മുകളിൽ പോവും. അപ്പം CE എന്ന് വരും. ഓക്കെ, CE എന്ന് വരും. CE ഇസ് ഈക്വൽ ടു എന്താണ്, Q ഇസ് ഈക്വൽ ടു CV അല്ലേ, ചാർജ് ഇസ് ഈക്വൽ ടു കപ്പാസിറ്റൻസ് ഇൻറ്റു വോൾട്ടേജ്. ഇവിടെ വോൾട്ടേജ് എത്രയാണ്, EMF എന്ന് പറയുന്നത് E ആണ്. അപ്പം CE ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കൊടുക്കാം, Q0 എന്ന് കൊടുക്കാം. എന്തെന്ന് കൊടുക്കാം, Q0 എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ടേം എന്തായിട്ട് മാറും, Q മൈനസ് Q0 എന്നായി മാറും. മനസ്സിലായോ? Q മൈനസ് Q0 എന്നുള്ള ടേമായി മാറും. ഓക്കെ, അപ്പോൾ ഇവിടെ E/ω²L പകരം എല്ലിനകത്ത് നമുക്ക് ω² വരെ എന്തെന്ന് കൊടുക്കാം, 1/LC എന്ന് കൊടുക്കാം. അപ്പോൾ CE എന്ന് കിട്ടും. ഓക്കെ, CE എന്ന് പറഞ്ഞാൽ എന്താണ്, ചാർജാണ്, കപ്പാസിറ്ററിൻ്റെ ചാർജാണ്. Q0 ഇനിഷ്യൽ ചാർജായിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, ഇനി അപ്പം നമുക്ക് ഈ ഇക്വേഷനെ ഒന്ന് മാറ്റി എഴുതാം. ഇക്വേഷൻ 3 എന്തായിട്ട് മാറും, E/ω²L പകരം Q0 എന്ന് കൊടുത്തു. അപ്പം d²q/dt² പ്ലസ് 2k ഇൻറ്റു dq/dt പ്ലസ് ω² ഇൻറ്റു Q മൈനസ് Q0 ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. ഇനി Q മൈനസ് Q0യ്ക്ക് പകരം ഞാൻ X എന്ന് കൊടുത്തു. എന്തെന്ന് കൊടുത്തു, X എന്ന് കൊടുത്തു. അപ്പോൾ എന്ത് വരും, ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, dx/dt ഈക്വൽ ടു dq/dt. ഇനി d²x/dt² ഇസ് ഈക്വൽ ടു d²q/dt². Q0 എന്ന് പറയുന്നത് ഇനിഷ്യൽ ചാർജ് ഓൺ ദി കപ്പാസിറ്റർ, അതെന്ന് പറയുന്നത് എന്തായി പറയും, കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. സോ ഇറ്റ് ബിക്കം 0. അപ്പം ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും, ഇക്വേഷൻ d²x/dt² ഇസ് ഈക്വൽ ടു d²q/dt². അപ്പോൾ d²q/dt² പകരം d²x/dt² പ്ലസ് 2k ഇൻറ്റു dx/dt പ്ലസ് ω² ഇൻറ്റു Q മൈനസ് Q0യ്ക്ക് പകരം X എന്ന് കൊടുക്കാം. X എന്ന് കൊടുത്തു.
അപ്പം ദിസ് ഈസ് ദ ഇക്വേഷൻ. ഇതാണ് എന്താണെന്ന് കാണിക്കുന്നത്, ഗ്രോത്ത് ഓഫ് ചാർജ് അക്രോസ് ദ പ്ലേറ്റ്സ് ഓഫ് ദി കപ്പാസിറ്റർ. നമ്മളൊരു ഇൻഡക്ടറും ഒരു കപ്പാസിറ്ററും ഇൻഡക്ടറും റെസിസ്റ്ററും ഒരു കപ്പാസിറ്ററും കൂടെ കണക്ട് ചെയ്ത സർക്യൂട്ടിൽ എങ്ങനെയാണ് കപ്പാസിറ്ററിൽ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നത് എന്ന് കാണിക്കുന്ന ഇക്വേഷനാണ് ഇതെന്ന് പറയുന്നത്. നമ്മൾ മെക്കാനിക്സിലെ ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ, എന്താണ് ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഡിഫറൻഷ്യൽ ഫോമാണ്. ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, d2x/dt² പ്ലസ് ω²x 0 ആണെന്ന്, അല്ലേ? അതേപോലെ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് d2x/dt² പ്ലസ് 2k × dx/dt പ്ലസ് ω²x 0 എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഒരു ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പം ഒരു ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അറിയാമെങ്കിൽ അതിൻ്റെ സൊല്യൂഷനും നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ജനറൽ സൊല്യൂഷനെ നമുക്ക് എങ്ങനെ എഴുതാം, x = a × e⁴ എന്ന് എഴുതാം. അപ്പോൾ ഈ വാല്യൂ കൊണ്ടുവന്ന് നമുക്കിവിടെ എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ വാല്യൂ കിട്ടും, ഇതിൻ്റെ സൊല്യൂഷൻ കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യമേ ഇവിടെ എന്താണുള്ളത്, d2x/dt² ആണ്. അപ്പോൾ ഈ ടേമിന് 2 പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഇവിടെ നമുക്കുള്ളത് dx/dt ആണ്. അപ്പോൾ ഇതിനെ ഈ x = a e⁴ ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, dx/dt = a⁴ e⁴t, a⁴ e⁴t. ഇനി e⁴t എന്ന് പറഞ്ഞാൽ എക്സ് ആണ്, അപ്പോൾ α(x) എന്ന് കൊടുക്കാം. ഇനി ഇതിനെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം a കോൺസ്റ്റൻറ്റ്, ഇവിടെ ഒരു ആൽഫ ആൾറെഡി ഉണ്ട്. e⁴t ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ α(e⁴t), ദാറ്റ് ഈസ് α² a × e⁴t which is equal to α² × x. α² × x. α² × x. Putting the values of dx/dt and d2x/dt² in equation 4. Equation 4ൽ dx/dtയുടെയും d2x/dt²ൻ്റെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വേഷൻ 4ൽ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, dx/dtയുടെയും d2x/dt²ൻ്റെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം നമുക്ക് ഒരു സൊല്യൂഷനിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ഓക്കെ, അപ്പം d2x/dt² പകരം α²x എന്നും dx/dtക്ക് പകരം α(x) എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം നമുക്ക് എന്തുവരും, α²x പ്ലസ് 2k × α(x) പ്ലസ് ω²x 0, α² പ്ലസ് 2k α പ്ലസ് ω² 0. ഇതിനകത്തുനിന്ന് എക്സ് കോമൺ എടുത്ത് 0ക്ക് ഇക്വേറ്റ് ചെയ്യുന്നു. എക്സ് കോമൺ എടുത്ത് 0ക്ക് ഇക്വേറ്റ് ചെയ്യുന്നു. α² പ്ലസ് 2k α പ്ലസ് ω² 0. ഇതെന്ന് പറയുന്നത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്, അല്ലേ? α² പ്ലസ് 2k α പ്ലസ് ω² 0 എന്ന് പറയുന്നത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, x² പ്ലസ് 2bx പ്ലസ് എന്താണ് കോൺസ്റ്റൻറ്റ് c ax² പ്ലസ് bx പ്ലസ് c 0 എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. അപ്പോൾ ഇതിനകത്തുനിന്ന് സൊല്യൂഷൻ എന്ന് പറയുന്നത് α = -b പ്ലസ് ഓർ മൈനസ് √b² - 4ac / 2a എന്ന് പറയുന്ന ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം നമുക്ക് എന്തെന്ന് കിട്ടാം, -2k പ്ലസ് ഓർ മൈനസ് √4k² - 4ω² 2 എന്ന് വരും. അതിനകത്ത് 2 ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ -k പ്ലസ് ഓർ മൈനസ് √k² - ω² എന്ന് വരും. ഇവിടെ അപ്പോൾ നോക്കേ, ഇവിടെ ആൽഫയ്ക്ക് 2 വാല്യൂസ് ഉള്ളതായിട്ടുണ്ട്. നമ്മൾ ഇവിടെ x = a e⁴t എന്നാണ് എടുത്തത്, അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിച്ചപ്പോൾ ആൽഫയ്ക്ക് എത്ര വാല്യൂ ഉണ്ട്, 2 വാല്യൂ. ഏതൊക്കെയാണ്, ഒന്നാമത്തെ വാല്യൂ -k പ്ലസ് √k² - ω² എന്നും, രണ്ടാമത്തെ വാല്യൂ α = -k മൈനസ് √k² - ω² എന്നുമാണ് രണ്ടാമത്തെ വാല്യൂ. അപ്പോൾ നമുക്ക് എന്തെടുക്കാം, α1 എന്നും α2 എന്നും എടുക്കാം. അപ്പം ഈ വാല്യൂ കൊണ്ടുവന്ന് നമുക്ക് എക്സിൻ്റെ അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം α1 = -k
പ്ലസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ ആൽഫ 2 ഇസ് ഈക്വൽ ടു മൈനസ് കെ മൈനസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ എന്ന് കിട്ടി അല്ലേ. ഇനി നമുക്ക് അപ്പോൾ നമുക്ക് സൊല്യൂഷൻ എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു എ ഇ റേസ് ടു ആൽഫ ടി എന്നാണ് നമ്മൾ ആദ്യം സൊല്യൂഷൻ എടുത്തത്. അപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് സൊല്യൂഷൻ വന്നത് കാരണം, ആൽഫയ്ക്ക് രണ്ട് വാല്യൂ വന്നത് കാരണം നമുക്ക് ആ സൊല്യൂഷൻ എന്ന് പറയുന്നത് ലീനിയർ കോമ്പിനേഷൻ ഓഫ് ഇ റേസ് ടു ആൽഫ ടി ആൻഡ് ഇ റേസ് ടു ആൽഫ 1 ടി ആൻഡ് ഇ റേസ് ടു ആൽഫ 2 ടി എന്ന് എടുക്കാം. അപ്പം ആൽഫയ്ക്ക് രണ്ട് വാല്യൂസ് ഉള്ളത് കൊണ്ട് നമുക്ക് അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എടുക്കാം. ലീനിയർ കോമ്പിനേഷനാണ് അവിടുത്തെ സൊല്യൂഷൻ എന്ന് എടുക്കാം. സോ എക്സ് ഇസ് ഈക്വൽ ടു a1 ഇ റേസ് ടു ആൽഫ 1 ടി പ്ലസ് a2 ഇ റേസ് ടു ആൽഫ 2 ടി എന്ന് എടുക്കാം. ഇനി എക്സിൻ്റെ വാല്യൂ എന്തെന്നാണ് നമ്മൾ പഠിച്ചത്? എക്സിന് നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിരുന്നതാ എക്സ് ഇസ് ഈക്വൽ ടു ക്യൂ മൈനസ് ക്യൂ സീറോ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിരുന്നത്. അപ്പോൾ എക്സിന് പകരം നമുക്കിവിടെ ക്യൂ മൈനസ് ക്യൂ സീറോ ഇസ് ഈക്വൽ ടു a1 ഇ റേസ് ടു ആൽഫ 1 ടി പ്ലസ് a2 ഇ റേസ് ടു ആൽഫ 2 ടി എന്ന് കൊടുക്കാം. ദെൻ ക്യൂ ഇസ് ഈക്വൽ ടു എന്തെന്ന് കൊടുക്കാം? ക്യൂ സീറോ പ്ലസ് a1 ഇ റേസ് ടു ആൽഫ 1 ടി പ്ലസ് a2 ഇ റേസ് ടു ആൽഫ 2 ടി എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി ഈ ഇക്വേഷന് നമുക്ക് വിത്ത് റെസ്പെക്റ്റ് ടു ടിയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഈ ഇക്വേഷന് നമുക്ക് വിത്ത് റെസ്പെക്റ്റ് ടു ടിയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഐ ഇസ് ഈക്വൽ ടു ഡി ക്യൂ ബൈ ഡി ടി. ഐ ഇസ് ഈക്വൽ ടു ഡി ക്യൂ ബൈ ഡി ടി ഈക്വൽ ടു a1 ആൽഫ 1 ഇ റേസ് ടു ആൽഫ 1 ടി പ്ലസ് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ a2 ആൽഫ 2 ഇ റേസ് ടു ആൽഫ 2 ടി എന്ന് വരും. ഓക്കെ, ഇനി ഇവിടുത്തെ കോൺസ്റ്റൻസ് a1ഉം a2ഉം നമുക്ക് ക്യാൻ ബി ഡിറ്റർമിൻഡ് ബൈ അപ്ലൈയിങ് ഇനിഷ്യൽ കണ്ടീഷൻസ്. നമ്മൾ എപ്പോഴും സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഇനിഷ്യൽ കണ്ടീഷൻസ് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം കണ്ടീഷൻ അപ്ലൈ ചെയ്തിട്ടാണ് അതിൻ്റെ കോൺസ്റ്റൻസ് ആയാലും അല്ലെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ ആയാലും കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ ചാർജ് ക്യൂ ഇസ് ഈക്വൽ ടു ക്യൂ സീറോ പ്ലസ് a1 ഇ റേസ് ടു ആൽഫ 1 ടി പ്ലസ് a2 ഇ റേസ് ടു ആൽഫ 2 ടി എന്ന് കിട്ടി. ഇതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ കപ്പാസിറ്ററിലെ ചാർജ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ചാർജ് അറിയാമെങ്കിൽ കറണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. കറണ്ട് ഐ ഇസ് ഈക്വൽ ടു ഡി ക്യൂ ബൈ ഡി ടി. അപ്പോൾ ഈ ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ക്യൂ സീറോ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ അത് സീറോ ആയിപ്പോവും. a1 ആൽഫ 1 ഇ റേസ് ടു ആൽഫ ടി പ്ലസ് a2 ആൽഫ 2 ഇ റേസ് ടു ആൽഫ 2 ടി എന്ന് കിട്ടും. ഇതാണ് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഓക്കെ, ഇവിടെ കോൺസ്റ്റൻസ് a1ഉം a2 എന്ത് ചെയ്യണം? നമുക്ക് ഇനിഷ്യൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാം. ഇനിഷ്യൽ കണ്ടീഷൻ എന്ന് പറയുമ്പോഴത്തേന് സ്വിച്ച് ഓഫ് ആയിരുന്ന കണ്ടീഷനിൽ എന്തായിരിക്കും? സീറോ ആയിരിക്കും അല്ലേ? ടൈം സീറോ ആയിരിക്കും, അവിടുത്തെ ചാർജ് സീറോ ആയിരിക്കും, കറണ്ട് ഐ ഇസ് ഈക്വൽ ടു ഡി ക്യൂ ബൈ ഡി ടി ഈക്വൽ ടു സീറോ ആയിരിക്കും അല്ലേ? ഡി ക്യൂ ബൈ ഡി ടി ഈക്വൽ ടു സീറോ ആയിരിക്കും. അപ്പോൾ ഇനിഷ്യൽ കണ്ടീഷൻസ് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ ഇക്വേഷൻ 7ലും 8ലും അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് നമ്മൾ 7ൽ അപ്ലൈ ചെയ്യുന്നു. ഇനിഷ്യലി സീറോ ആണ്, അപ്പം ഇതെന്തായിട്ട് മാറും? ക്യൂ എന്താണ്? സീറോ ആണ്. ക്യൂ സീറോ കാണും. ഒരു ഇനിഷ്യൽ ചാർജ് അവിടെ കാണും. പ്ലസ് എ ഇ റേസ് ടു ആൽഫ ടി ഇസ് ഈക്വൽ ടു സീറോ ആണ്. അപ്പോൾ എ റേസ് ടു സീറോ 1 അല്ലേ? ഇ റേസ് ടു സീറോ എന്താണ്? 1 ആണ്. അപ്പം എന്ത് കിട്ടും നമുക്ക്? ക്യൂ സീറോ പ്ലസ് a1 പ്ലസ് a2 എന്ന് കിട്ടും. അപ്പോൾ അതിനകത്തുനിന്ന് a1 പ്ലസ് a2 ഇസ് ഈക്വൽ ടു മൈനസ് ക്യൂ സീറോ എന്ന് എഴുതാം. a1 പ്ലസ് a2 ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? മൈനസ് ക്യൂ സീറോ എന്ന് എഴുതാം. ഇനി രണ്ടാമത് ഈ കറണ്ടിൻ്റെ ഇക്വേഷനകത്ത് അപ്ലൈ ചെയ്യുക. കറണ്ട് ഇനിഷ്യലി സീറോ ആണ്. ഇവിടെ a1 ആൽഫ പ്ലസ് a2 ആൽഫ ഈക്വൽ ടു സീറോ എന്ന് കിട്ടും. a1 ആൽഫ പ്ലസ് a2 ആൽഫ 2 ഇസ് ഈക്വൽ ടു a1 ആൽഫ 1 പ്ലസ് a2 ആൽഫ 2 ഇസ് ഈക്വൽ ടു സീറോ. ഇനി ഇവിടെ ആൽഫ 1ൻ്റെയും ആൽഫ 2ൻ്റെയും വാല്യൂ നമ്മൾ ആൾറെഡി കണ്ടുപിടിച്ച് വെച്ചേക്കുവാണ്. ആൽഫ 1 ഇസ് ഈക്വൽ ടു മൈനസ് കെ പ്ലസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ. ആൽഫ 2 ഇസ് ഈക്വൽ ടു മൈനസ് കെ മൈനസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ. ഈ രണ്ട് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? നമുക്ക് ഇതിനകത്തുനിന്ന് ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേന് ഇവിടെ a1 ആൽഫ 1 വരെ മൈനസ് കെ പ്ലസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ എന്ന് പ്ലസ് a2 ഇൻറ്റു ആൽഫ 2 വരെ മൈനസ് കെ മൈനസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ എന്നുള്ള വാല്യൂവും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് ഈക്വൽ ടു സീറോ. ഇനി ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോഴത്തേന് ഇവിടുത്തെ ഈ കെയുടെ ടേംസുകൾ ഒരുമിച്ചെടുക്കുക. ഈ മൈനസ് കെയുടെ ടേംസിനെ ഒരുമിച്ചെടുക്കുക. അപ്പോൾ മൈനസ് കെ ഇൻറ്റു ഇവിടെ ഒരു a1 ഉണ്ട്, ഇവിടെ ഒരു a2 ഉണ്ട്. a1 പ്ലസ് a2 പ്ലസ് ഇനി റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയറിൻ്റെ ടേമിനെ ഒരുമിച്ചെടുക്കാം. റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു ഇവിടെ ഒരു a1 ഉണ്ട് അല്ലേ? a1 ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്, മൈനസ് a2. a1 മൈനസ് a2 ഈക്വൽ ടു സീറോ. ഓക്കെ, ഇനി മേളിലത്തെ ഇക്വേഷൻ പ്രകാരം a1 പ്ലസ് a2 വരെ മൈനസ് ക്യൂ സീറോ എന്നും a1 പ്ലസ് a2 ഇൻറ്റു ആൽഫയ്ക്ക് പകരം
0 എന്നും കൊടുക്കാം. അപ്പോൾ A1 പ്ലസ് A2 വരെ നമുക്ക് എന്തെന്ന് കൊടുക്കാം, Q0 എന്ന് കൊടുക്കാം. A1 പ്ലസ് A2 വരെ മൈനസ് Q0 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം മൈനസ് K ഇൻറ്റു A1 പ്ലസ് A2 വരെ മൈനസ് Q0, അപ്പം K ഇൻറ്റു Q0, രണ്ട് മൈനസും ക്യാൻസലായിപ്പോയി, പ്ലസ് റൂട്ട് ഓഫ് K സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു A1 മൈനസ് A2 ഈക്വൽ ടു 0. ഇതിനകത്തുനിന്ന് A1 മൈനസ് A2 ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം, A1 മൈനസ് A2 ഇസ് ഈക്വൽ ടു മൈനസ് K Q0 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് K സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ, മൈനസ് K Q0 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് K സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ എന്ന് എഴുതാം. ഇനി ഈ ഇക്വേഷൻ നമ്മൾ ഇക്വേഷൻ 9 എന്ന് എടുക്കുക. ഇക്വേഷൻ 9 ആണ്. ഈ ഇക്വേഷനുകളെ തമ്മിൽ A1 പ്ലസ് A2 ഈക്വൽ ടു മൈനസ് Q0 എന്നും A1 മൈനസ് A2 ഈസ് ഈക്വൽ ടു മൈനസ് K Q0 ബൈ റൂട്ട് ഓഫ് K സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ എന്നുള്ള ഇക്വേഷനും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് A1 ഇസ് ഈക്വൽ ടു മൈനസ് Q0 ബൈ 2 ഇൻറ്റു 1 പ്ലസ് K ബൈ റൂട്ട് ഓഫ് K സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ എന്നും A2 ഈക്വൽ ടു Q0 ബൈ 2 ഇൻറ്റു 1 മൈനസ് K ബൈ റൂട്ട് ഓഫ് K സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ എന്നുള്ള വാല്യൂ കിട്ടും. A1ൻ്റെയും A2ൻ്റെയും വാല്യൂ കിട്ടും. ഇനി ഈ A1ൻ്റെയും A2ൻ്റെയും വാല്യൂ കൊണ്ടുവന്ന് ഇക്വേഷൻ 7ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. A1ൻ്റെയും A2ൻ്റെയും വാല്യൂ ഇവിടുന്ന് കിട്ടിയത് കൊണ്ടുവന്ന് ഇക്വേഷൻ 7ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഫൈനൽ ഇക്വേഷൻ കിട്ടും. ചാർജ് ആണ് കപ്പാസിറ്റർ കിട്ടും. Q is equal to Q0 minus Q0 by 2 1 plus K by root of K square minus omega square into e raised to alpha 1 value substitute ചെയ്യുക, minus K plus root of K square minus omega square into T minus A2 value minus Q0 by 2 1 minus K by root of K square minus omega square e raised to minus K minus root of K square minus omega square into T. ഇതാണ് ഒരു കപ്പാസിറ്റർ, ഒരു ഇൻഡക്ടറിൽ കൂടിയും ഒരു റെസിസ്റ്റൻസിൽ കൂടിയും കൂടെ നമ്മൾ ഒരു കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യുമ്പോൾ ആ കപ്പാസിറ്ററിലുള്ള ചാർജിൻ്റെ ഇക്വേഷൻ, കപ്പാസിറ്ററിന് എക്രോസ് ആയിട്ടുള്ള പ്ലേറ്റ്സിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ കപ്പാസിറ്ററിൽ ഡെവലപ്പ് ചെയ്യുന്ന ചാർജിൻ്റെ ഇക്വേഷനാണ് ഇതെന്ന് പറയുന്നത്. ചാർജ് Q ഇസ് ഈക്വൽ ടു Q0 മൈനസ് Q0 ബൈ 2 ഇൻറ്റു 1 പ്ലസ് K ബൈ റൂട്ട് ഓഫ് K സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ ഇ റേസ് ടു മൈനസ് K പ്ലസ് റൂട്ട് ഓഫ് K സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു T മൈനസ് Q0 ബൈ T ഇൻറ്റു 1 മൈനസ് K ബൈ റൂട്ട് ഓഫ് K സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ ഇ റേസ് ടു മൈനസ് K മൈനസ് റൂട്ട് ഓഫ് K സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു T എന്ന് പറയുന്ന വാല്യൂ. ഇതാണ് ചാർജിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇക്വേഷന് 3 ടേംസ് ഉണ്ട്. അതേ കണക്ക് തന്നെ K എന്ന് പറയുന്നത് ഡാമ്പിംഗ് കോൺസ്റ്റൻ്റ് ആണ്. ഒമേഗ എന്ന് പറയുന്നത് എന്താണ്, ആംഗുലാർ ഫ്രീക്വൻസി ഓഫ് ദി എൽ സി ഓസിലേഷൻ്റെ ആംഗുലാർ ഫ്രീക്വൻസിയാണ്. അതൊരു ടൈം കോൺസ്റ്റൻ്റ് ആണ്. 1/LC എന്ന് പറയുന്നത് ഒരു ടൈം കോൺസ്റ്റൻ്റ് ആണെന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പം ഈ ഇക്വേഷനകത്ത് നിന്ന് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ 3 കണ്ടീഷൻസ് അവിടെ ഉണ്ട്. ഒന്ന് ഹെവിലി ഡാംഡ് ഓർ ഡെഡ് ബീറ്റ് അല്ലെങ്കിൽ ഓവർ ഡാംഡ് കണ്ടീഷൻ. ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഹെവിലി ഡാംഡ് അല്ലെങ്കിൽ ഓവർ ഡാംഡ് ആയിട്ടുള്ള കണ്ടീഷനാണ് ഈ സർക്യൂട്ടിൽ ഉണ്ടാകാൻ പോണത്. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്, അതായത് K സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാമ്പിംഗ് കോൺസ്റ്റൻറ്റ്. നമ്മൾ ആൾറെഡി പറഞ്ഞതാണ് K സ്ക്വയർ ഇസ് ഈക്വൽ ടു L/R അല്ലേ. 2K ഇസ് ഈക്വൽ ടു L/R. അതായത് K എന്ന് പറയുന്നത് അവിടെ ഡാമ്പിംഗ് കോൺസ്റ്റൻ്റ് ആണ്. ആ ഡാമ്പിംഗ് കോൺസ്റ്റൻറ്റ് ആംഗുലാർ ഫ്രീക്വൻസിയെക്കാട്ടിലും കൂടുതലാണ് എങ്കിൽ, ഡാമ്പിംഗ് കോൺസ്റ്റൻറ്റ് എന്തിനെക്കാട്ടിലും കൂടുതലാണ്, ആംഗുലാർ ഫ്രീക്വൻസിയെക്കാട്ടിലും കൂടുതലാകുന്ന കണ്ടീഷനാണ് ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഹെവിലി ഡാംഡ് അല്ലെങ്കിൽ ഓവർ ഡാംഡ് കണ്ടീഷൻ എന്ന് വിളിക്കും. ഇവിടെ നമുക്കറിയാം K ഇസ് ഈക്വൽ ടു എന്താണ്, R/L. K ഇസ് ഈക്വൽ ടു R/L അല്ലേ. അപ്പോൾ അതിനകത്തുനിന്ന് നമുക്ക് 2K ഇസ് ഈക്വൽ ടു R/L എന്നാണ് നമ്മൾ പഠിച്ചത്. അങ്ങനെയാണെങ്കിൽ K ഇസ് ഈക്വൽ ടു R/2L എന്ന് എഴുതിക്കൂടെ. നമ്മൾ ഫസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തപ്പം 2K ഇസ് ഈക്വൽ ടു R/L എന്നാണ് കൊടുത്തത്. 2K ഇസ് ഈക്വൽ ടു R/L. അതിനകത്തുനിന്ന് K ഇസ് ഈക്വൽ ടു R/2L എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ K സ്ക്വയറിന് പകരം R/2L ദ ഹോൾ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഒമേഗ സ്ക്വയറിൻ്റെ വാല്യൂ 1/LC. അല്ലെങ്കിൽ ഈ 2L നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. അപ്പം R ഈസ് ഗ്രേറ്റർ ദാൻ 2 × റൂട്ട് ഓഫ് LC. റെസിസ്റ്റൻസ് ഓഫ് ദി സർക്യൂട്ട്
2 ഇൻറ്റു റൂട്ട് ഓഫ് എൽ സി, എല്ലിൻ്റെയും ഇൻഡക്റ്റൻസിൻ്റെയും റൂട്ട് അതിനെക്കാട്ടിലും കൂടുതലാകുന്നു. ആ കണ്ടീഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഓവർ ഡാംഡ് കണ്ടീഷൻ എന്ന് വിളിക്കുന്നത്. ഇൻ ദിസ് കണ്ടീഷൻ, ഈ സിറ്റുവേഷനിൽ കെ എന്ന് പറയുന്നത്, കെയുടെ വാല്യൂ എന്ന് പറയുന്നത് R/2L, കെയുടെ വാല്യൂ കൂടുതലായിരിക്കും അല്ലേ. നമ്മളിവിടെ പറഞ്ഞേക്കുന്നത് കെ സ്ക്വയർ ഈസ് ഗ്രേറ്റർ ദാൻ ഒമേഗ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ എന്ന കണ്ടീഷൻ പോസിറ്റീവ് ആയിരിക്കും. പക്ഷേ മൈനസ് കെ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, മൈനസ് കെ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഈ കണ്ടീഷനിൽ ഇതിനകത്ത് നെഗറ്റീവ് ആയിരിക്കും. അപ്പം ഇതിനകത്ത് എന്താണ് ഇക്വേഷൻ 3 ഫ്രണ്ടിലോട്ട് പോകാം, എന്നാലും നിങ്ങൾക്കത് മനസ്സിലാവത്തുള്ളൂ. ഇക്വേഷൻ 3 ഇതാ കിടക്കുന്നു. ഇവിടെ റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. നമ്മൾ ഇക്വേഷനകത്ത് e⁻ k പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ ആണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതെന്ന് പറയുന്നത് അല്ലേ, Q ഇസ് ഈക്വൽ ടു Q0 മൈനസ് Q0/2 ഇതെന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് മറ്റ് ചാർജിൻ്റെ ഇക്വേഷൻ എടുത്താലും Q ഇസ് ഈക്വൽ ടു Q0 പ്ലസ് A1 e⁻1t പ്ലസ് A2 e⁻α2t എന്ന് പറയുന്ന ഇക്വേഷനകത്ത് ഇവിടെ ആൽഫയുടെ വാല്യൂ നമുക്കറിയാം. α1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് കെ പ്ലസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ, ഇവിടെ e⁻k മൈനസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ ആണ്. അപ്പം ദിസ് ഇക്വേഷനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കറണ്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഇതിനകത്തുള്ള ചാർജ്, കപ്പാസിറ്ററിൻ്റെ ചാർജ് എക്സ്പോണൻഷ്യലി ഇൻക്രീസ് ചെയ്യുന്നു, ഗ്രോസ് എക്സ്പോണൻഷ്യലി വിത്ത് ടൈം ആൻഡ് അറ്റൈൻസ് ഇറ്റ്സ് മാക്സിമം വാല്യൂ Q0. അതിൻ്റെ മാക്സിമം വാല്യൂ ആയ Q0യിൽ എത്തിച്ചേരുന്നു. അസിംപ്റ്റോട്ടിക്കലി ഇൻക്രീസസ്. ഇതിനെ വിളിക്കുന്നത് ദ ചാർജ് ഈസ് നോൺ ആസ് ഓവർ ഡാംഡ് ഓർ ഡെഡ് ബീറ്റ് എന്ന് വിളിക്കും. ഇങ്ങനെ ചാർജ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ഓവർ ഡാംഡ് അല്ലെങ്കിൽ ഡെഡ് ബീറ്റ്. എന്തെന്ന് വിളിക്കും, ഓവർ ഡാംഡ് അല്ലെങ്കിൽ ഡെഡ് ബീറ്റ്. അതാണ് ഈ കർവ് എന്ന് പറയുന്നത്. ഈ അവസാനം കിടക്കുന്ന കർവ് എക്സ്പോണൻഷ്യലി ഇൻക്രീസ് ചെയ്യും. കേസ് 1 കെ സ്ക്വയർ ഈസ് ഗ്രേറ്റർ ദാൻ ഒമേഗ സ്ക്വയർ. ഡാമ്പിംഗ് കോൺസ്റ്റൻറ്റ് ആംഗുലാർ ഫ്രീക്വൻസിയെക്കാട്ടിലും കൂടുതലാകുന്ന കണ്ടീഷനിൽ എന്ത് സംഭവിക്കും, ഡാമ്പിംഗ് കോൺസ്റ്റൻറ്റ് ആംഗുലാർ ഫ്രീക്വൻസിയെക്കാട്ടിലും കൂടുതലാവുന്ന കണ്ടീഷനിൽ കപ്പാസിറ്ററിലെ ചാർജ് ഇൻക്രീസ് ചെയ്ത് അതിൻ്റെ മാക്സിമത്തിൽ എത്തിച്ചേരും. ഇറ്റ് ഗെയിൻസ് ഇറ്റ്സ് മാക്സിമം വാല്യൂ അറ്റ് ആഫ്റ്റർ ടൈം, ഇൻഫിനിറ്റ് ടൈം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ പ്രാക്ടിക്കലി ഇൻഫിനിറ്റ് ടൈമൊന്നും എടുക്കത്തില്ല. അപ്പം ചാർജ് അതിൻ്റെ മാക്സിമം വാല്യൂയിൽ എത്തിച്ചേരും. ചാർജ് എക്സ്പോണൻഷ്യലി ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. ഈ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് ഓവർ ഡാംഡ് കണ്ടീഷൻ. എന്താണെന്ന് വിളിക്കും, ഓവർ ഡാംഡ് കണ്ടീഷൻ. ഇതിനെ വിളിക്കുന്ന പേരാണ് ഡെഡ് ബീറ്റ് എന്നും വിളിക്കും. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് രണ്ടാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ക്രിട്ടിക്കലി ഡാംഡ് കണ്ടീഷൻ. അതായത് കെ സ്ക്വയർ ഡാമ്പിംഗ് കോൺസ്റ്റൻറ്റ് ആംഗുലാർ ഫ്രീക്വൻസിക്ക് ഇക്വലൻ്റ് ആവുന്ന കണ്ടീഷൻ. ഡാമ്പിംഗ് കോൺസ്റ്റൻറ്റ് ആംഗുലാർ ഫ്രീക്വൻസിക്ക് ഇക്വലൻ്റ് ആകുന്ന കണ്ടീഷൻ. ആ കണ്ടീഷനിൽ നമുക്ക് കെ സ്ക്വയർ ഈസ് നിയർലി ഈക്വൽ ടു ഒമേഗ സ്ക്വയർ അല്ലേ. അപ്പോൾ അതിനകത്ത് നമുക്ക് എന്തെന്ന് എഴുതാം, റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണെന്ന് പറയാം അല്ലേ. റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണെന്ന് പറയാം. അപ്പം ചാർജ് എങ്ങനെ എഴുതുക, ചാർജ് അതിൻ്റെ മാക്സിമം വാല്യൂയിലെത്തും ഇൻ എ ഷോർട്ട് ടൈം, കുറഞ്ഞ സമയം കൊണ്ട് ഷോർട്ട് ടൈമിൽ അതെന്ത് ചെയ്യും, അതിൻ്റെ മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്ത് കറണ്ട് വിൽ റീച്ചസ് ഇറ്റ്സ് മാക്സിമം വാല്യൂ ഇൻ എ ഷോർട്ട് ടൈം. ഒരു ചെറിയ സമയം കൊണ്ട് കറണ്ട് അതിൻ്റെ മാക്സിമം വാല്യൂയിലെത്തും. സച്ച് എ കറണ്ട് ഈസ് കാൾഡ് ക്രിട്ടിക്കലി ഡാംഡ് എന്ന്. സച്ച് എ ചാർജ് ഈസ് കാൾഡ് ക്രിട്ടിക്കലി ഡാംഡ് ചാർജ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കലി ഡാംഡ് ചാർജ് എന്ന്. അതിൻ്റെ ഫിഗർ എന്ന് പറയുന്നത് ഈ നടുക്ക് കാണുന്നതാണ് ക്രിട്ടിക്കലി ഡാംഡ് ചാർജ് എന്ന് പറയുന്നത്. കാണിച്ചു തരാം. ഈ നടുക്ക് കാണുന്നതാണ് ക്രിട്ടിക്കലി ഡാംഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. കെ സ്ക്വയർ ഈസ് നിയർലി ഈക്വൽ ടു ഒമേഗ സ്ക്വയർ. കെ സ്ക്വയർ ഈസ് നിയർലി ഈക്വൽ ടു ഒമേഗ സ്ക്വയർ എന്ന് പറയുന്ന കണ്ടീഷനാണ് ഇതെന്ന് പറയുന്നത്. കെ സ്ക്വയർ നിയർലി ഈക്വൽ ടു ഒമേഗ സ്ക്വയർ ആകുമ്പോൾ ആ ടേം എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. സോ മൈനസ് കെ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്കതിന് അതും എന്തായിരിക്കും, മിനിമം ടൈം കൊണ്ട്
ചാർജ് അതിൻ്റെ മാക്സിമത്തിൽ എത്തിച്ചേരും. ഇതിനെ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കലി ഡാംഡ് കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാമ്പിംഗ് ടേം ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ദ ഓസിലേറ്ററി ടേം ആൻഡ് ഈസ് കാൾഡ് ക്രിട്ടിക്കലി ഡാംഡ് കണ്ടീഷൻ. ക്രിട്ടിക്കലി ഡാംഡ് കണ്ടീഷൻ എന്നാണ് വിളിക്കുന്നത്. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ലൈറ്റ്ലി ഡാംഡ് കണ്ടീഷൻ. എന്താണ് ലൈറ്റ്ലി ഡാംഡ് കണ്ടീഷൻ? ലൈറ്റ്ലി ഡാംഡ് കണ്ടീഷനാണ്. ഇവിടെ ഡാമ്പിംഗ് കോൺസ്റ്റൻ്റ് ആയ കെ സ്ക്വയർ ലെസ് ദാൻ ഒമേഗ സ്ക്വയർ, ഡാമ്പിംഗ് കോൺസ്റ്റൻ്റ് ആയ കെ സ്ക്വയർ ഒമേഗ സ്ക്വയറിനെക്കാട്ടിലും കുറഞ്ഞിരിക്കുന്ന കണ്ടീഷനാണ് ലൈറ്റ്ലി ഡാംഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ലൈറ്റ്ലി ഡാംഡ് കണ്ടീഷൻ ദാറ്റ് ഈസ് കെ സ്ക്വയർ ഈസ് ലെസ് ദാൻ ഒമേഗ സ്ക്വയർ. ദാറ്റ് മീൻസ് നമുക്ക് കെ സ്ക്വയർ ഒമേഗ സ്ക്വയറിനെക്കാട്ടിലും കുറവാണ്. അപ്പം ഈ റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ എന്ന് പറയുന്ന ടേം എന്തായി പോവും? നെഗറ്റീവായി പോവും. നെഗറ്റീവ് മീൻസ് റൂട്ട് ഓഫ് നെഗറ്റീവ് മീൻസ് ഐ ഇല്ലേ, ജെ ഒമേഗ എന്ന് കൊടുക്കാം, ജെ ബീറ്റ എന്ന് കൊടുക്കാം. ഒരു പുതിയ ടേം ഇൻട്രൊഡ്യൂസ് ചെയ്ത് ജെ ബീറ്റ എന്ന് പറയുന്ന ടേം. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എന്തായിട്ട് മാറും? മൈനസ് കെ പ്ലസ് ഓർ മൈനസ് ജെ ബീറ്റ. ഒരു കോംപ്ലക്സ് ടേം ആയിട്ട് മാറും. റൂട്ട് ഓഫ് മൈനസ് ടേം എന്ന് പറഞ്ഞാൽ മൈനസ് ഐ അല്ലെങ്കിൽ ജെ എന്ന് പറയുന്ന ഒരു ടേം ജെ മൈനസ് ഐ അല്ലെങ്കിൽ മൈനസ് ജെ മൈനസ് കെ ഏതെങ്കിലും ഒരു ടേം. അപ്പോൾ മൈനസ് ജെ എന്ന് കൊടുത്തു, ജെ എന്ന് കൊടുത്തു. റൂട്ട് വൺ ഇസ് ഈക്വൽ ടു ഒരു കോംപ്ലക്സ് ടേം ആണ്. അപ്പോൾ ഈ ടേം ഒരു കോംപ്ലക്സ് ആയിട്ട് മാറും, അപ്പം ഇക്വേഷൻ ബിക്കംസ് മൈനസ് കെ പ്ലസ് ഓർ മൈനസ് ജെ ബീറ്റ എന്നായിട്ട് മാറും. അപ്പോൾ ഇക്വേഷൻ എന്തായിട്ട് മാറും? ക്യൂ ഇസ് ഈക്വൽ ടു Q0 മൈനസ് നമ്മുടെ ഇക്വേഷൻ 11 Q0 മൈനസ് Q0 by 2 into 1 plus K by J beta e raised to minus K plus J beta T minus Q0 by 2 1 minus K by J beta e raised to minus K minus J beta T എന്നായി മാറും. ഓക്കെ, ഇതിനകത്ത് ഈ Q0ൻ്റെ ടേംസ് എല്ലാം Q0 by 2 ഇ റേസ് ടു മൈനസ് കെ ടിയുടെ ടേംസ് എല്ലാം ഒരുമിച്ചെടുത്തു. അപ്പം Q0 മൈനസ് Q0 ഇ റേസ് ടു മൈനസ് കെ ടി ഇൻറ്റു ഇവിടെ ആ 1/2 വരത്തില്ലേ, 1/2 ഇൻറ്റു 1 പ്ലസ് കെ ബൈ ജെ ബീറ്റ ഇ റേസ് ടു ജെ ബീറ്റ ടി എന്ന് എഴുതാം. ഓക്കെ, ഓക്കെ. അപ്പം നമ്മുടെ ഇക്വേഷൻ 11 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് Q ഇസ് ഈക്വൽ ടു Q0 മൈനസ് Q0 ഇ റേസ് ടു മൈനസ് കെ ടി ഇൻറ്റു ഇവിടെ ഈ Q0/2 Q0 ഇൻറ്റു ഈ ഫസ്റ്റ് ടേമിലെ ഇ റേസ് ടു മൈനസ് കെ ടി അതിനെ ഇനി കോമൺ എടുക്കുക. അപ്പം മൈനസ് Q0 ഇ റേസ് ടു മൈനസ് കെ ടി. ഇനി ഇതിനകത്തൊരു 1/2 ഉണ്ട്. ആ 1/2 ഇൻറ്റു ഇവിടെ ഒരു 1 പ്ലസ് കെ ബൈ ജെ ബീറ്റ എന്ന് പറയുന്ന ടേം അതേപോലെ കിടക്കും. പിന്നെ ഇതിനകത്ത് ബാലൻസ് വരുന്നത് ജെ ബീറ്റ ടി ആണ് അല്ലേ, ഇ റേസ് ടു ജെ ബീറ്റ ടി അവിടെ കിടക്കും. അതേപോലെ തന്നെ ഈ ഇക്വേഷനകത്ത് നിന്ന് നമ്മൾ ഇതിന്നുമാണ് Q0 ഇൻറ്റു ഇ റേസ് ടു കെ ടി എന്ന് പറയുന്ന ഇ റേസ് ടു മൈനസ് കെ ടി എന്ന് പറയുന്ന ടേം കോമൺ എടുത്തത്. അപ്പോൾ ഇവിടെ ബാക്കി വരുന്നത് 1/2 ഇൻറ്റു 1 പ്ലസ് കെ ബൈ ജെ ബീറ്റ ഇ റേസ് ടു ജെ ബീറ്റ ടി. ഇവിടെ ബാലൻസ് വരുന്നത് പ്ലസ് 1/2 ഇൻറ്റു 1 മൈനസ് കെ ബൈ ജെ ബീറ്റ ഇ റേസ് ടു മൈനസ് ജെ ബീറ്റ ടി എന്ന് പറയുന്ന ടേമാണ് ഇവിടെ ബാലൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ അടുത്ത ടേം എന്ന് പറയുന്നത് ഈക്വൽ ടു Q0 മൈനസ് Q0 ഇ റേസ് ടു മൈനസ് കെ ടി അവിടെ ഇട്ടിട്ട് ഇതിനകത്ത് ഈ ഫസ്റ്റ് ടേമിനെ നമ്മൾ ഇ റേസ് ടു ജെ ബീറ്റ ടി എന്ന് എഴുതാം. ഇവിടെയും ഒരു ഇ റേസ് ടു മൈനസ് ജെ ബീറ്റ ടി ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതിക്കൂടെ. ഇതിനകത്തേക്ക് കയറ്റി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇ റേസ് ടു ജെ ബീറ്റ ടി ബൈ 2, ഇവിടെ ഇ റേസ് ടു മൈനസ് ജെ ബീറ്റ ടി ബൈ 2 എന്നെടുക്കാം. അതേ കണക്ക് തന്നെ ഇതിനകത്തുനിന്ന് കെ ബൈ ബീറ്റ കോമൺ എടുത്ത് കഴിഞ്ഞാൽ ഇ റേസ് ടു ജെ ബീറ്റ ടി മൈനസ് ഇ റേസ് ടു മൈനസ് ജെ ബീറ്റ ടി ഡിവൈഡഡ് ബൈ 2j എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടേമിനകത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഇ റേസ് ടു ജെ ബീറ്റ ടി പ്ലസ് ഇ റേസ് ടു മൈനസ് ഇവിടെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇ റേസ് ടു മൈനസ് ജെ ബീറ്റ ടി ഡിവൈഡഡ് ബൈ 2 എന്നും, സെക്കൻഡ് ടേമിനകത്ത് ഈ ഇ റേസ് ടു ജെ ബീറ്റ ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഇ റേസ് ടു കെ ബൈ ബീറ്റ കോമൺ എടുക്കുക. ഇവിടുന്നും കെ ബൈ ബീറ്റ കോമൺ എടുത്താൽ ഇവിടെ ഇ റേസ് ടു ജെ ബീറ്റ ടി മൈനസ് ഇ റേസ് ടു മൈനസ് ജെ ബീറ്റ ടി ഡിവൈഡഡ് ബൈ ഇവിടെ ഒരു 2j ഉണ്ട്, ഇവിടെ ഒരു 2j ഉണ്ട്. അപ്പം 2j എന്ന് എഴുതാം. ഓക്കെ,
അപ്പോൾ ഇക്വേഷൻ എന്തായിട്ട് മാറും? Q is equal to Q0 minus Q0 e raised to minus KT e raised to j beta t plus e raised to minus j beta t divided by 2. ഇതെന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു നമ്മൾ മാക്സി പഠിച്ചിട്ടുണ്ട് ഇ റേസ് ടു ഐ തീറ്റ പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ തീറ്റ ബൈ 2 എന്ന് പറയുന്ന കോസ് തീറ്റ ടി ആണ്. ഓക്കെ, കോസ് തീറ്റയാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കോസ് ബീറ്റ ടി, ഇവിടെ ബീറ്റ ടി ആണ് ടേം, അപ്പോൾ കോസ് ബീറ്റ ടി എന്ന് എഴുതാം. ഈ ടേമിന് ഇ റേസ് ടു ജെ ബീറ്റ ടി മൈനസ് ഇ റേസ് ടു മൈനസ് ജെ ബീറ്റ ടി ഡിവൈഡഡ് ബൈ 2jക്ക് സൈൻ ബീറ്റ ടി എന്നും കൊടുക്കാം. ഓക്കെ, അപ്പം ക്യൂ ഇസ് ഈക്വൽ ടു Q0 മൈനസ് Q0 ഇ റേസ് ടു മൈനസ് കെ ടി ഇൻറ്റു കോസ് ബീറ്റ ടി പ്ലസ് കെ ബൈ ബീറ്റ സൈൻ ബീറ്റ ടി എന്ന് എഴുതാം. ഓക്കെ, ഇനി ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. കെ ബൈ ബീറ്റ, ഇവിടെ ഈ കെ ബൈ ബീറ്റയ്ക്ക് പകരം ഞാൻ സൈൻ ഫൈ ബൈ കോസ് ഫൈ എന്ന് കൊടുക്കുന്നു. കെ ബൈ ബീറ്റയ്ക്ക് പകരം എന്തെന്ന് കൊടുക്കുന്നു? കെ ബൈ ബീറ്റയ്ക്ക് പകരം സൈൻ ഫൈ ബൈ കോസ് ഫൈ എന്ന് പറയുന്ന ടേം കൊടുക്കുന്നു. സൈൻ ഫൈ ബൈ കോസ് ഫൈ എന്ന് കൊടുത്തു. ഓക്കെ, കെ ബൈ ബീറ്റയ്ക്ക് പകരം സൈൻ ഫൈ ബൈ കോസ് ഫൈ എന്ന് കൊടുത്തു. അതേപോലെ തന്നെ ഒരു തെറ്റ് പറ്റി. ഇവിടെ നിങ്ങോട്ട് നമ്മൾക്ക് ടെക്സ്റ്റിൽ ഫോമാറ്റിലാക്കി മാറ്റാൻ വേണ്ടിയിട്ട് വേറൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. നമുക്ക് ബീറ്റയ്ക്ക് പകരം ഇവിടെയുള്ള ഈ ബീറ്റയ്ക്ക് പകരം ഒമേഗ, നമുക്ക് ഇവിടെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്. ബീറ്റയ്ക്ക് പകരം ഒമേഗ സൈൻ ആൽഫ എന്നും കെയ്ക്ക് പകരം ഒമേഗ കോസ് ആൽഫ എന്നും ബീറ്റ ബൈ ഒമേഗയ്ക്ക് പകരം ടാൻ ആൽഫ എന്നും കൊടുക്കാം. ഓക്കെ, മനസ്സിലായോ? നമുക്ക് ടെക്സ്റ്റിലെ ഫോമാറ്റിൽ ആൻസർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ബീറ്റ എന്ന് പറയുന്ന ടേമിന് പകരം ഒമേഗ സൈൻ ആൽഫ എന്നും കെയ്ക്ക് പകരം ഒമേഗ കോസ് ആൽഫ എന്നും ടാൻ ആൽഫ ഈക്വൽ ടു ബീറ്റ ബൈ ഒമേഗ എന്നും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഓക്കെ, ടാൻ ആൽഫ ഇസ് ഈക്വൽ ടു ബീറ്റ ബൈ ഒമേഗ എന്നും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഇനി ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്കിത് ഈ ഇക്വേഷനെ ഒന്ന് കൺവേർട്ട് ചെയ്യണം. ഇക്വേഷനെ ഒന്ന് മാറ്റണം. ഈ ഇക്വേഷനിൽ Q ഈക്വൽ ടു Q0 മൈനസ് Q0 ഇൻറ്റു ഇ റേസ് ടു മൈനസ് കെ ടി. ഇതിനകത്തൊരു ബീറ്റ താഴെയുണ്ട് അല്ലേ? കോസ് ബീറ്റ ടി പ്ലസ് കെ ബൈ ബീറ്റ. നമുക്ക് ഈ ബീറ്റാനെ ഇനി കോമൺ ആയിട്ട് പുറത്തെടുക്കാം. ബീറ്റാനെ ഇനി പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബീറ്റ വരത്തില്ലേ? ഇവിടെ ഒരു ബീറ്റ വരും അല്ലേ? ഇതെല്ലാം കൂടെ ആയപ്പം കൺഫ്യൂഷനായി. ഇവിടെ ഈ ഒരു ബീറ്റ കോമൺ എടുത്ത് പുറത്തെടുക്കുമ്പോഴത്തേന് ഈ ടേമിൻ്റെ കൂടെ ഒരു ബീറ്റ വരും. പ്ലസ് കെ ഇൻറ്റു സൈൻ ബീറ്റ ടി എന്ന് വരും. ഓക്കെ, മനസ്സിലായോ? ആ ഇക്വേഷൻ ഞാൻ എഴുതാം ടീച്ചർ. ഓക്കെ, അപ്പം Q ഇസ് ഈക്വൽ ടു Q0 ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു മൈനസ് കെ ടി ബൈ ബീറ്റ. ഓക്കെ, ഇനി ഇൻറ്റു ബീറ്റ കോസ് ബീറ്റ പ്ലസ് കെ ഇൻറ്റു സൈൻ ബീറ്റ ടി. ഇവിടെ നമ്മൾ ബീറ്റയ്ക്ക് പകരം ഒമേഗ സൈൻ ആൽഫ എന്നും കെയ്ക്ക് പകരം ഒമേഗ കോസ് ആൽഫ എന്നും ടാൻ ആൽഫയ്ക്ക് പകരം ബീറ്റ ബൈ ഒമേഗ എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ എന്ത് പറ്റും? ഇവിടെ ഈ ബീറ്റ അതേ കണക്ക് ഇട്ടേക്കും. Q ഈക്വൽ ടു Q0 ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു കെ ടി ബൈ ബീറ്റ. ഇവിടെ ബീറ്റയ്ക്ക് പകരം ഒമേഗ സൈൻ ആൽഫ കോസ് ബീറ്റ ടി, കെയ്ക്ക് പകരം ഒമേഗ കോസ് ആൽഫ സൈൻ ബീറ്റ ടി എന്ന് കൊടുക്കും. ഓക്കെ, സൈൻ ബീറ്റ ടി അതേപോലെ എഴുതാം. ഇനി സൈൻ ആൽഫ കോസ് ബീറ്റ പ്ലസ് കോസ് ആൽഫ സൈൻ ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ എ പ്ലസ് ബിയുടെ ഫോമാണ്. അപ്പോൾ ഇക്വേഷൻ എന്തായിട്ട് മാറും? Q ഇസ് ഈക്വൽ ടു Q0 ഇൻറ്റു 1 മൈനസ് ഒമേഗ ബൈ ബീറ്റ. ഇതിനകത്ത് ഇവിടെ ഒരു ഒമേഗ ഉണ്ട്, ഇവിടെ ഒരു ഒമേഗ ഉണ്ട്. അതിന് പുറത്തെടുത്തിട്ടാണ് നമ്മൾ ഇതിനെ ഇങ്ങനെ എഴുതിയത്. ഒമേഗ ബൈ ബീറ്റ ഇ റേസ് ടു മൈനസ് കെ ടി ഇൻറ്റു സൈൻ ആൽഫ കോസ് ബീറ്റ പ്ലസ് കോസ് ആൽഫ സൈൻ ബീറ്റയ്ക്ക് വരെ നമുക്ക് സൈൻ ആൽഫ പ്ലസ് ബീറ്റ ടി എന്ന് എഴുതാം. അപ്പം ഇതാണ് ലൈറ്റ്ലി ഡാംപ്ഡ് കണ്ടീഷനിലെ ചാർജ് വേരിയേഷൻ കാണിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, സൈനിൻ്റെ ടേംസിലാണ്. ടൈമിനനുസരിച്ച് സിനുസോയിഡലി ആണ് എന്ത് ചെയ്യുന്നത്? ചാർജ് വേരി ചെയ്യുന്നത്. സിനുസോയിഡലി ആണ് ചാർജ് വേരി ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഗ്രാഫ് ഇതാണ് എന്തെന്ന് പറയുന്നത്? ലൈറ്റ്ലി ഡാംപ്ഡ് കണ്ടീഷനിൽ ചാർജ് വേരിയേഷൻ കാണിക്കുന്നത്. ലൈറ്റ്ലി ഡാംപ്ഡ് കണ്ടീഷനിൽ ചാർജ് വേരിയേഷൻ കാണിക്കുന്നത് ഇതാണ്. ഓക്കെ, ലൈറ്റ്ലി ഡാംപ്ഡ് കണ്ടീഷനിലെ ചാർജ് വേരിയേഷൻ്റെ കർവ്
ഇതാണ് ചാർജ് വേരിയേഷൻ്റെ കർവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതാണ് എന്താണ് ഒരു LCR സർക്യൂട്ടിൽ കറണ്ട് എങ്ങനെ ഗ്രോ ചെയ്യുന്നു എന്നുള്ള കണ്ടീഷൻ. 3 തരത്തിൽ നമുക്ക് ചാർജ് വേരിയേഷൻ നടക്കാം. ഒന്നുകിൽ എന്താണ് ലൈറ്റ്ലി ഡാംഡ് കണ്ടീഷൻ. ലൈറ്റ്ലി ഡാംഡ് കണ്ടീഷനിൽ ഓസിലേറ്ററി സൈനിൻ്റെ അല്ലെങ്കിൽ കൊസൈൻ്റെ ഫംഗ്ഷൻ ആയിരിക്കും. എക്സ്പോണൻഷ്യൽ ഹാർമോണിക് ഡീകെ ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്. ഇവിടെ e⁻βt എന്ന് പറയുന്നൊരു ടേമാണ് നമുക്ക് അതിൻ്റെ കൂടെ വന്നത് അല്ലേ. Q = Q0 × 1 - ω/β e⁻kt sin α + βt. sin α + βt എന്നുള്ള ടേമാണ് അതിൻ്റെ കൂടെ വന്നത്. അപ്പോൾ e⁻kt ആണ് അല്ലേ, അതായത് എക്സ്പോണൻഷ്യൽ ഹാർമോണിക് ഡീകെ ആണ് കാണിച്ചിരിക്കുന്നത്. എക്സ്പോണൻഷ്യൽ ഹാർമോണിക് ഡീകെ കണ്ട, ആദ്യം ഇങ്ങനെ കൂടിയിട്ട് പിന്നെ പതുക്കെ ഹാർമോണിക്കായിട്ട് ഡിക്രീസ് ചെയ്ത് ഡീകെ ചെയ്ത് പോകുന്നു ചാർജ്. ദ ചാർജ് ഓൺ ദി കപ്പാസിറ്റർ ഇൻക്രീസസ് വിത്ത് ടൈം ആൻഡ് ഇറ്റ് ഓസിലേറ്റ് എബൌട്ട് Q0. ഇതാണ് മാക്സിമം ചാർജ് എന്ന് പറയുന്നത്. മാക്സിമം ചാർജ് ഓൺ ദി കപ്പാസിറ്റർ എന്ത് ചെയ്യുന്നു, അത് ഇൻക്രീസ് ചെയ്യുന്നു ടൈമിനനുസരിച്ച് കൂടി വന്നിട്ട് എന്ത് ചെയ്യുന്നു, ആ Q0 മാക്സിമം ചാർജിൽ ഓസിലേറ്റ് ചെയ്യുന്നു. ഹൂസ് ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസസ് എക്സ്പൊണൻഷ്യലി. അവിടെ ഓസിലേറ്റ് ചെയ്യുന്നതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ത് ചെയ്യുന്നു, എക്സ്പൊണൻഷ്യലായിട്ട് ഡിക്രീസ് ചെയ്യുന്നു. മനസ്സിലായോ, ആംപ്ലിറ്റ്യൂഡ് എക്സ്പൊണൻഷ്യലായിട്ട് ഡിക്രീസ് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് അറ്റ് ഇൻഫിനിറ്റ് ടൈം ആകുമ്പോഴത്തേന് ഇറ്റ് സാച്ചുറേറ്റഡ് ടു ഇറ്റ്സ് മാക്സിമം വാല്യൂ. മാക്സിമം വാല്യൂവിൽ സാച്ചുറേറ്റ് ചെയ്യുന്നു. നമുക്ക് ആ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. കണ്ടോ, എങ്ങനെയാണ് ചാർജ് ടൈം കൂടുന്നതിനനുസരിച്ച് ചാർജ് കൂടി പോകുന്നു. എന്നിട്ട് ആ മാക്സിമം ചാർജ്, ആ കപ്പാസിറ്ററിന് അക്വയർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചാർജിൽ ഇറ്റ് വിൽ ഓസിലേറ്റ്. ഇതെന്ത് ചെയ്യുന്നു, ഓസിലേറ്റ് ചെയ്യുന്നു. ഓസിലേറ്റ് ചെയ്തിട്ട് മാക്സിമം ചാർജിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും അത് ചാർജ് ഓസിലേറ്റ് എബൌട്ട് Q0 ആയിരിക്കും ഓസിലേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എങ്ങനെയാണ് ഡിക്രീസ് ചെയ്യുന്നത്, ഇറ്റ്സ് ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസസ് എക്സ്പൊണൻഷ്യലി ഡിക്രീസ് ചെയ്യുന്നു. ഇൻഫിനിറ്റ് ടൈം ആകുമ്പോൾ, അതായത് ടൈം കൂടുന്നതിനനുസരിച്ച് ഇറ്റ് വിൽ സാച്ചുറേറ്റ് ടു ഇറ്റ്സ് മാക്സിമം വാല്യൂവിൽ സാച്ചുറേറ്റ് ചെയ്യുന്നു. ഇതാണ് ലൈറ്റ്ലി ഡാംഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഞാൻ ഡിറൈവ് ചെയ്തത് കോസ് ബീറ്റ് സൈനിൻ്റെ ടേംസിലാണ്. നമുക്ക് കോസിൻ്റെ ടേംസിലും എഴുതാം, രണ്ടും കറക്റ്റാണ്. കാരണം e⁻α + βt എന്നാണ് വരുന്നത്. അപ്പോൾ e⁻α എന്ന് പറയുന്നത് പ്ലസ്സും ആവും കോസും ആകാം സൈനും ആകാം. രണ്ട് രീതിയിൽ വേണമെങ്കിലും ഡിറൈവ് ചെയ്യാം. നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരും, ടെക്സ്റ്റിനകത്ത് സൈനിൻ്റെ ടേംസിലാണ്, ടീച്ചർ പഠിപ്പിച്ചത് കോസിൻ്റെ ടേംസിലാണെന്ന് വരുമ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ സൈനിൻ്റെ ടേമിലെ ഡെറിവേഷനിലേക്ക് തന്നെ പോയത്. ഓക്കെ, അപ്പം നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്, എസ്സേക്ക് ചോദിക്കുന്നതാണ്. അപ്പം LCR സർക്യൂട്ടിലെ ഗ്രോത്ത് ആണ്. രണ്ട് രീതിയിൽ ഇക്വേഷൻ എന്ന് പറയുന്നത്, നമ്മുടെ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത് Q = Q0 + A1 e⁻ + A2 e⁻. ഇതാണ് ചാർജ് ഒരു കപ്പാസിറ്ററിനകത്ത് ചാർജിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ A1ൻ്റെയും A2ൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനായിട്ട് മാറും അല്ലേ. ഇനി ഇതിനകത്ത് ഈ ഇക്വേഷൻ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 3 കണ്ടീഷൻസ് ആണ് ചാർജ് ചെയ്യുന്ന ഒരു കപ്പാസിറ്ററിൽ ചാർജ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന 3 കണ്ടീഷൻസ് ആണ്. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഓവർ ഡാംഡ് കണ്ടീഷൻ. അവിടെ ഡാമ്പിംഗ് കോൺസ്റ്റൻ്റ് ആയ K² ഓസിലേറ്ററി ആംഗുലർ ഫ്രീക്വൻസി ആയ ω² കൂടുതലായിരിക്കും. അപ്പോൾ എന്താണ്, ചാർജ് ഇൻക്രീസസ് എക്സ്പൊണൻഷ്യലി ടു ഇറ്റ്സ് മാക്സിമം വാല്യൂ. എക്സ്പൊണൻഷ്യലായിട്ട് ഇൻക്രീസ് ചെയ്യുന്നു വിത്ത് ഇൻഫിനിറ്റ് ടൈം T ഇൻഫിനിറ്റി ആവുന്ന ആ ഒരു ടൈം കൊണ്ടാണ് അത് ചാർജ് എക്സ്പൊണൻഷ്യലായിട്ട് ഇൻക്രീസ് ചെയ്ത് അതിൻ്റെ മാക്സിമം കറണ്ടിൽ ചാർജിലേക്ക് എത്തിച്ചേരുന്നത്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഓവർ ഡാംഡ് കണ്ടീഷൻ അല്ലെങ്കിൽ ഡെഡ് ബീറ്റ് എന്ന് വിളിക്കും. അടുത്തതെന്ന് പറയുന്നത് ക്രിട്ടിക്കലി ഡാംഡ് കണ്ടീഷനാണ്. ദാറ്റ് ഈസ് K² = ω² എന്ന് പറയുന്ന കണ്ടീഷൻ. ഇവിടെ ചാർജ് എന്ത് ചെയ്യുന്നു, എക്സ്പൊണൻഷ്യലായിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. ചാർജ് എക്സ്പൊണൻഷ്യൽ, ഈ നടുക്ക് കാണുന്ന ഭാഗമാണ് കേസ്. എക്സ്പൊണൻഷ്യലി ഇൻക്രീസസ് വിത്തിൻ ടൈം, ഫൈനൈറ്റ് ടൈം കൊണ്ട് ചാർജ് അതിൻ്റെ മാക്സിമത്തിൽ എത്തിച്ചേരുന്നു. മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ലൈറ്റ്ലി ഡാംഡ് കണ്ടീഷനാണ്. അവിടെ ഡാമ്പിംഗ് കോൺസ്റ്റൻറ്റ് ω² ചെറുതായിരിക്കും. അപ്പം നമ്മുടെ ആ ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് മൈനസ് വരും. അപ്പം Jω, നമ്മളൊരു കോംപ്ലക്സ് ക്വാണ്ടിറ്റി J ഇൻട്രൊഡ്യൂസ് ചെയ്യും, Jβ എന്നുള്ളൊരു ടേം വരും. അതിനകത്തുനിന്ന് വെച്ചിട്ട് നമ്മൾ ചാർജിൻ്റെ ഇക്വേഷൻ എഴുതുവാണെങ്കിൽ സിനുസോയിഡലി അല്ലെങ്കിൽ ഹാർമോണിക് വേരിയേഷനാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ചാർജ് കപ്പാസിറ്ററിലേക്ക് ചാർജ് എക്സ്പൊണൻഷ്യലി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇൻക്രീസ് ചെയ്ത് എവിടം വരെ എത്തുന്നു, അതിൻ്റെ മാക്സിമത്തിൽ എത്തിച്ചതിന് ശേഷം അവിടെ നിന്ന് ഹാർമോണിക്കായിട്ട് അതിൻ്റെ എക്സ്പൊണൻഷ്യൽ ഹാർമോണിക് ഡീകെ ആണ് കാണിക്കുന്നത്.
ആ ചാർജ് അതിൻ്റെ ഇൻക്രീസ് ചെയ്തിട്ട് മാക്സിമത്തിൽ എത്തുമ്പോൾ അതെന്ത് ചെയ്യുന്നു? ഇറ്റ് വിൽ ഓസിലേറ്റ് ആൻഡ് എക്സ്പൊണൻഷ്യലി ഡിക്രീസസ്. ആ ഓസിലേഷൻ എന്താണ്? എക്സ്പൊണൻഷ്യലി ഡിക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ പഠിക്കാനുള്ളത്. വളരെ പ്രധാനപ്പെട്ടതാണ്, ഓരോ പോയിന്റും പ്രധാനപ്പെട്ടതാണ്. ഓക്കെ.